എൻ്റെ കയ്യിൽ മൊത്തമായിട്ട് നിങ്ങൾ ബ്രേസ്ലെറ്റെല്ലാം കാണുന്നുണ്ടല്ലേ. മാഷാ അള്ളാ, ഞാൻ വാങ്ങാൻ കാത്തിരുന്നതും നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചതുമായ ഒരു ഗോൾഡ് ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാസൽ ഗെയിമിലുള്ള മലബാർ ഗോൾഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കൈ ചെയിൻ ഉണ്ടാ അടിപൊളിയാണ്. മാഷാ അള്ളാ, എന്ത് ക്യൂട്ടാണെന്നറിയാം, കാണാൻ തന്നെ നല്ല രസമുണ്ട്. കൈക്ക് ഇട്ടിട്ടും നല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. മാഷാ അള്ളാ, മാഷാ അള്ളാ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോൺ കളറിലാണ് വരുന്നത്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ കേട്ടോ. ഇത് നമുക്ക് ഡെയിലി വെയറിനായാലും പാർട്ടി വെയറിനായാലും എല്ലാത്തിനും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇളകിപ്പോകുന്ന ഒരു സൈസൊന്നുമല്ല, നല്ല അടിപൊളി വൃത്തിയാണ്. കൈക്കിട്ടിട്ട് എന്നെ കാണാൻ നല്ല ഉണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ തന്നെ റിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും മതി കൈക്ക് ഇട്ടാൽ വേറൊരു ലുക്കാണ് കേട്ടോ. പിന്നെ കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വരില്ല കേട്ടോ, സ്ഥിരമായിട്ട് ഇട്ടണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഡയമണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാണ്ട് നിന്നത്. ഡയമണ്ടാണ് കേട്ടോ, അത് ഡയമണ്ട് ഇടുന്നവർക്ക് ഏറ്റവും നല്ല തന്നെയാണ്. ഇത് ഈ ഒരു റിങ്ങും ആ ഒരു ചെയിനും മാത്രം മതി, കൈ സൂപ്പറായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ നല്ല നല്ല ലുക്കിലുള്ള നെക്ലേസുമാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാ വളൻ്റെ ടൈപ്പിലാണ് കേട്ടോ, അതും നല്ല രസമുണ്ട്. അത് നല്ല അതിൻ്റെ ഇതുണ്ടാ മുത്ത് കണ്ടാ, അത് റോസ് ഗോൾഡിലാണ് വരുന്നത് കേട്ടോ, നല്ല രസമുണ്ട് അതും. ആ ഒരു വളൻ്റെ ടൈപ്പുള്ള ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അത് പിന്നെ 8 ഗ്രാമിലാണ് വരുന്നത്, അതായത് ഒരു പവനാണ്. പിന്നെ ഈ ഒരു ഡയമണ്ടിൻ്റെത് വരുന്നത് 1.5 പവനിലാണ്. പിന്നെ റിങ്ങും കൂടി എടുക്കുമ്പോൾ 2 പവനോളം വരാം കേട്ടോ. 1.5 പവനിൽ കൂടുതലുണ്ട് തോന്നും. നല്ല നല്ല വെറൈറ്റി ലുക്കിലുള്ള ബ്രേസ്ലെറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആ ഒരു വളൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, പേൾ ടൈപ്പ്, അത് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സൈസുള്ളത് തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ കൈക്ക് ഇട്ടാൽ നല്ലൊരു വൃത്തി ഉണ്ടാകും. ഇങ്ങനെ ലൂസിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. മറ്റേല്ലാം ചെയിനാകുമ്പോൾ നമ്മൾ സാധാരണ ചെയിൻ ആണെങ്കിൽ പിന്നെ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്, അതായത് ഊരിപ്പോകുന്ന വിധത്തിലല്ല, എന്നാലും കുറച്ച് ലൂസിലായിട്ട് കിടക്കുന്ന വിധത്തിൽ. ആ റോസ് ഗോൾഡിൽ വരുന്നതുണ്ടല്ലോ, അങ്ങനെ തന്നെ പല ഡിസൈനിലും ഉണ്ട് കേട്ടോ, അതും നല്ല ഉണ്ട് കാണാൻ. ഇട്ടാൽ തന്നെ നല്ല വൃത്തിയാണ്, നമുക്ക് ഡെയിലി യൂസിനെല്ലാം പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഏകദേശം ഒരു 1.5 2 അതിലെല്ലാമാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ആ വളൻ്റെ ടൈപ്പാണെങ്കിൽ ഒരു പവനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡെയിലി വെയറിന് പറ്റിയത് തന്നെയാണ്. പിന്നെ ഇവരിങ്ങനെ ഫോണിൽ ഒരുപാട് ഡിസൈനൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ചോദിക്കാൻ മുന്നേ ഇവർ ഓരോന്നെടുത്ത് കാണിച്ചു തരുന്നുണ്ട്, ഒരുപാട് ഡിസൈനൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ലേഡീസിന് പൊതുവേ ഉള്ള ഒരു ഇത് തന്നെയല്ലേ, പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പിന്നെയും നല്ലതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഇവിടെ എല്ലാം ഒന്ന് തപ്പി നോക്കല്ലേ. അപ്പോൾ ഇവർ കൂടുതലായിട്ട് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു ചെയിൻ കാണുന്നുണ്ടല്ലോ, അതും ഞാൻ മലബാറിൽ നിന്ന് തന്നെയാണ് എടുത്തത് കേട്ടോ. അത് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നതാണ്, അയച്ചു വെക്കാറൊന്നുമില്ല, എനിക്കതങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അത് ഞാൻ എടുത്തത് ദുബൈയിലെ കിസൈസിൽ മലബാർ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ ചെയിനുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും വേഗം പൊട്ടിപ്പോകുന്നു, പക്ഷേ ഇവിടെ കൊളുത്തി വെച്ചാൽ അതും പൊട്ടൊന്നും ചെയ്യുന്നില്ല, നല്ലൊരു കട്ടിയുണ്ട്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് അന്നും ഇന്നും എന്നോട് 2-3 ആൾക്കാരെല്ലാം ചോദിക്കുന്നതാണ്, നിങ്ങളിത് എവിടുന്നാണ് വാങ്ങിയത്, നല്ല രസമുണ്ട് മാഷാ അള്ളാ. അപ്പോൾ ഇതിൻ്റെ തന്നെ പല ഡിസൈന് ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ, നല്ല കുറച്ചും കൂടി നല്ല കട്ടിയുള്ള ടൈപ്പെല്ലാം കാണുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. ഈ ഒരു കളക്ഷൻസ് വരുന്നത് ബെല്ല കളക്ഷൻസാണ് കേട്ടോ, നല്ല അടിപൊളി പേര് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു നെക്ലേസ് വേണ്ട, ഇത് വെറും 2 പവനിലാണ് വരുന്നത്, കമ്മലടക്കം വരുമ്പോൾ 2.5 ആവും തോന്നും. അടിപൊളി നെക്ലേസ് അല്ലേ. പിന്നെ ഇതാ ലെയറായിട്ട് വരുന്ന വേറൊരു നെക്ലേസ്, ഇത് മാല ടൈപ്പാന്ന് തോന്നും. പിന്നെ ഇതിൻ്റെയൊക്കെ കമ്മലൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ കാതില മാത്രമായിട്ട് എടുക്കുക, വേണമെങ്കിൽ നെക്ലേസ് മാത്രമായിട്ട് എടുക്കുക. അടിപൊളി കളക്ഷൻസാണ് കേട്ടോ, നല്ല അടിപൊളിയുണ്ട്. പിന്നെ ലെയറുള്ളത്
ലെയറിൻ്റെത് കാട്ടിയും നല്ലത് എനിക്ക് തോന്നുന്നത് മറ്റുള്ള ഇതാന്ന് തോന്നും കേട്ടോ, നെക്ലേസാണ്. പിന്നെ ഇത് കണ്ട, ഇത് പിന്നെ ഡയമണ്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ മാത്രമല്ല ഞാൻ ഇവിടെ തന്നെ ഇട്ട് നോക്കിയിട്ടുണ്ട്, നല്ലതുണ്ട്. പിന്നെ ഈ ഒരു മാല കണ്ട, അത് 8 പവനും നെക്ലേസ് വരുന്നത് 3 പവനുമാണ് കേട്ടോ. ഇത് പിന്നെ നമ്മളെ കല്യാണത്തിൻ്റെ വീട്ടുകാർക്കെല്ലാം ഇടാൻ അടിപൊളിയാണ്, വേറെ തന്നെ ഒരു ലുക്കാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇതിൽ നിന്നൊക്കെ ഏതാ സെലക്ട് ചെയ്തതെന്നല്ലേ. ഇൻഷാ അള്ളാ അത് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എടുത്തത് എന്തായാലും സർപ്രൈസാണ്. അപ്പോൾ അത് പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ച് എടുത്തതൊക്കെ ഇൻഷാ അള്ളാ ഞാൻ ഉടൻ തന്നെ വേറൊരു വീഡിയോയിൽ കൊടുക്കും. മാഷാ അള്ളാ, ഇൻഷാ അള്ളാ, അങ്ങനെയെല്ലാം തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സർപ്രൈസ് പൊളിച്ചിട്ടില്ല. എൻ്റെ മോളും ചോദിച്ചു എന്താ എടുത്തത്, ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു തരില്ല, ഞാൻ പിന്നെ പറഞ്ഞു തരുമെന്ന് പറയും. ഇപ്പോഴേ കാണിക്കുമ്പോൾ അത് എൻ്റെ ഒരു രസം കിട്ടില്ല. ഞാൻ നാട്ടിലെല്ലാം എത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇത് ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതാ എടുത്തതെന്നെല്ലാം കാണിക്കുമ്പോൾ അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഭംഗി നഷ്ടപ്പെട്ടു പോവില്ലേ. അതുകൊണ്ട് മാത്രം ഞാൻ അത് കാണിക്കുന്നില്ല. ഇൻഷാ അള്ളാ ഉടൻ തന്നെ കാണിക്കും, അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ നാട്ടിലെത്തിയിട്ട് അങ്ങനെയെല്ലാം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഭാഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞത്, നമുക്കിങ്ങനെ നാവുകൊണ്ട് പറയാനേ പറ്റും തവക്കൽത്തു അലല്ലാ. പിന്നെ മുമ്പായിട്ടുള്ളത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നില്ലല്ലോ, സർപ്രൈസായിട്ട് വെച്ചിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ മലബാറിലെ എല്ലാം അടിപൊളി തന്നെയാണ്, സ്റ്റോണായാലും, സ്റ്റോൺ എന്നാ പറഞ്ഞു, ചേ മാറിപ്പോയി, റിങ് ആയാലും നെക്ലേസ് ആയാലും ബാംഗിൾസ് ആയാലും പാദസരായാലും. ഞാൻ പാദസരമൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, വീഴുന്നത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇൻഷാ അള്ളാ ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഗോൾഡ് കളക്ഷൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം വേണ്ട തോന്നുന്നു, നോക്കട്ടെ, ഇൻഷാ അള്ളാ നോക്കട്ടെ. അങ്ങനെ ഒരുപാടൊന്നുമില്ല, നോക്കട്ടെ. പിന്നെ ഈ ഒരു കൈച്ചേനും നല്ല തന്നെയാണ്, ഇതും അടിപൊളിയാണ്, ബെസ്റ്റ്. പിന്നെ വേറെ ഏതാണ്, ഇത് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ ഇതാ എടുത്തണെന്ന്, ഡയമണ്ട് ആയതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. മാഷാ അല്ലാ എല്ലാം മൊത്തത്തിൽ അടിപൊളി. പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഈ നെക്ലേസ് റോസ് ഗോൾഡിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ കമ്മലും കൂടി വരുന്നുണ്ട്, ഞാനിതാ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. കല്യാണ പെണ്ണിനല്ല ഇത് ഒന്ന് തന്നെ മതി, മഹർ വെക്കുന്നവർക്കും ഇതന്നെ ഒന്നാക്കിക്കൂടെ, കുറച്ച് ഒരു മോഡേൺ ടൈപ്പ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, ബായ്.